ഹലോ മക്കളെ, എടാ അപ്പോൾ നമ്മളിപ്പം സോൾട്ട് അനാലിസിസിൽ കാറ്റോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഗ്രൂപ്പ് 0 ചെയ്തു, ഗ്രൂപ്പ് 1 ചെയ്തു. ഇനി ഗ്രൂപ്പ് 2 എന്ന് പറയുമ്പോൾ കോപ്പറാണ്. അപ്പോൾ കോപ്പറിൻ്റെ സോൾട്ടുകളൊക്കെ കളറുള്ള സോൾട്ടുകളായതുകൊണ്ട് മിക്ക സ്കൂളിലും അത് വെക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ പഠിച്ചിരുന്നാൽ മതി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഗ്രൂപ്പ് 3യിൽപ്പെട്ട അലൂമിനിയത്തെ പറ്റിയാണ്. അപ്പോൾ ഈ വാച്ച് ക്ലാസ്സിൽ തന്നിരിക്കുന്ന സോൾട്ടിൽ അലൂമിനിയം ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുക. അപ്പോൾ ആദ്യത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ മക്കളൊരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക. യെസ്, ആസ് യൂഷ്വൽ നമ്മൾ എന്ത് ചെയ്യുക, ടെസ്റ്റ് ട്യൂബ് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്യുക. യെസ്, ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. ഈ ടെസ്റ്റ് ട്യൂബിലേക്ക് ഞാൻ ആദ്യമായിട്ട് കുറച്ച് സോൾട്ട് എടുത്തിട്ട്, എടാ ഈ സോൾട്ട് എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ആൾക്കാരെ ആഡ് ചെയ്യണം. ആദ്യം നമ്മൾ ആഡ് ചെയ്യും NH4Cl എന്ന് പറയും, അല്ലെങ്കിൽ ഇവൻ്റെ പേരാണ് അമോണിയം ക്ലോറൈഡ്. ഞാൻ ഇതിലേക്ക് അമോണിയം ക്ലോറൈഡിനെ ആഡ് ചെയ്തു. ഇതിലേക്ക് ആരെ ആഡ് ചെയ്തു? അമോണിയം ക്ലോറൈഡിനെ ആഡ് ചെയ്തു. ഞാനത് ക്ലോസ് ചെയ്ത് വെച്ചു. ദെൻ ഇതിലേക്ക് നമ്മൾ അടുത്ത ആൾ ആഡ് ചെയ്താണ് മക്കളെ നമ്മുടെ അമോണിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയും. അമോണിയം ഹൈഡ്രോക്സൈഡ്. ഇതിലേക്ക് ഞാൻ അമോണിയം ഹൈഡ്രോക്സൈഡിനെ ആഡ് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു വൈറ്റ് ഗലാക്ടിനസ് PPT കിട്ടും. കണ്ടോ, ഒരു വൈറ്റ് ഗലാക്സ്, ഒരു ജെല്ലി പോലത്തെ ഒരു സാധനം കിട്ടിയത് കണ്ടോ. ദെൻ ഇവിടെ നമുക്ക് പറയാൻ പറ്റും, ഇവിടെ നമുക്കൊരു അലൂമിനിയത്തിൻ്റെ പ്രസൻസ് ഉണ്ട് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇത് ഗ്രൂപ്പ് ഐഡൻറ്റിഫിക്കേഷൻ. ഇനി ഈ ഗ്രൂപ്പ് ഐഡൻറ്റിഫിക്കേഷൻ അല്ലാതെ മക്കളെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റ് നടത്തണം. ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റ് നടത്താൻ വേണ്ടി നമ്മൾ സോൾട്ട് എടുക്കുക, അതിലേക്ക് NaOH എടുക്കുക, ഒരു ഹീറ്റ് കൊടുക്കുക. ഹീറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഗലാക്ടിനസ് PPT ആണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ കുറച്ച് എളുപ്പം ചെയ്യാൻ വേണ്ടി ഇത് ചെയ്താൽ മതി. ഹീറ്റൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, NaOH കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഗലാക്ടിനസ് PPT കിട്ടും. ഇതിന് കൺഫർമേറ്ററി ടെസ്റ്റ് ഉണ്ട്. ഇതിന് കൺഫർമേറ്ററി ടെസ്റ്റ് മക്കളെ നമുക്ക് ആഷ് ടെസ്റ്റ് ആണ് വരുന്നത്. കൺഫർമേറ്ററിക്ക് അലൂമിനിയത്തിന് കൺഫർമേറ്ററി ആയിട്ട് നമ്മൾ പറയുന്നത് ആഷ് ടെസ്റ്റ് ആണ്. ആഷ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തു. ടെസ്റ്റ് ട്യൂബിലേക്ക് ഞാൻ കുറച്ച് എന്ത് ചെയ്തു, സോൾട്ട് ഇട്ടു മക്കളെ. അപ്പം നമ്മൾ ഇതിലേക്ക് എന്തെടുത്തു? സോൾട്ട് എടുത്തു. ഈ സോൾട്ടിലേക്ക് ഫസ്റ്റ് ആദ്യം ആരെ ആഡ് ചെയ്യുക? ഫസ്റ്റ് സോൾട്ടിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റഡ് HNO3 ആഡ് ചെയ്യുക. യെസ്, ഈ സോൾട്ടിലേക്ക് ഞാൻ എന്ത് ചെയ്തു? കോൺസെൻട്രേറ്റഡ് HNO3 മക്കളെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് ഈ പിങ്ക് കളറായിട്ടുള്ള കൊബാൾട്ട് നൈട്രേറ്റ് സൊല്യൂഷനെ മക്കളെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തു. കൊബാൾട്ട് നൈട്രേറ്റ് സൊല്യൂഷൻ. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ സൊല്യൂഷൻ നമ്മൾ നല്ലപോലെ ഒന്ന് ബോയിൽ ചെയ്യിക്കാം. എടാ അപ്പം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഈ പറഞ്ഞ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ സൊല്യൂഷൻ എന്ത് ചെയ്യുക? സൊല്യൂഷൻ ഒന്ന് ചൂടാക്കി. യെസ്, ഞാൻ ചൂടാക്കിയിട്ട് ഒരു ഫിൽറ്റർ പേപ്പർ എടുക്കുക. ഫിൽറ്റർ പേപ്പർ നമ്മൾ എന്ത് ചെയ്യുക? ഇതിലേക്ക് നമ്മൾ നല്ലപോലെ ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ഇത് എന്ത് ചെയ്യുക? കത്തിക്കുക. ഇത് ആഷാക്കുക. ഓക്കെ, ഇതെന്താക്കുക? ആഷാക്കുക. ഇത് നമ്മൾ എന്താക്കുക മക്കളെ? ഇതിനെ നമ്മൾ ആഷാക്കുക. ഇത് ആഷാക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ബ്ലൂ കളറാണ് കിട്ടുക. ഈ ബ്ലൂ കളർ കിട്ടിയാൽ നമുക്ക് ആരുടെ പ്രസൻസ് കൺഫേം ചെയ്യാം? അലൂമിനിയത്തിൻ്റെ പ്രസൻസ് നമുക്ക് എന്ത് ചെയ്യാം? കൺഫേം ചെയ്യാം.